നമസ്കാരം, ഞാൻ സ്വപ്ന കൃഷ്ണകുമാർ. ഫുഡ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും എങ്ങനെയിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നൊരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയിലത്തെ ഒരു വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. സിഖ് ടെമ്പിളിൽ ടോപ്പ് ഗാർലിക് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, അതാണത്. മോൻ്റെ ഫ്രണ്ട്സൊക്കെ പറയില്ലേ ഗാർലിക് ടോപ്പ് ടെമ്പിൾ ആണോ എന്ന്. ആ ടെമ്പിളിൻ്റെ ഗാർലിക് ടോപ്പ് ചായയുള്ള ഒരു ടെമ്പിൾ. 7:30 ആണ് സമയം. 7:30 7:45 ഉള്ളിൽ ദേവയ്ക്ക് അവിടെ എത്തണം. ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കളിക്കുന്ന ഗ്രൗണ്ട്. ഇപ്പോൾ ക്ലിഫ്റ്റൺ റോഡ് എന്ന് പറയുന്ന റോഡിലേക്കാണ് ഞാനിപ്പോൾ പോയിട്ടിരിക്കുന്നത്. ഇതൊരു സൈക്ലിസ്റ്റുകൾ വരുന്നുണ്ടോ അവിടെ? ഏർലി മോർണിംഗ് സൈക്ലിസ്റ്റുകളുടെ ഒരു കണ്ടോ, ഫോക്കസ് ചെയ്താൽ അത് കിട്ടിയാണ്. ഫോക്കസ് ചെയ്തിട്ടില്ല. ശരിക്കും ഏർലി മോർണിംഗ് ശരിക്കും ഏർലി മോർണിംഗ് ഡ്രൈവിംഗ് നല്ല സുഖമുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. ക്ലിഫ്റ്റൺ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ജയിൽ സ്ഥിതി ചെയ്യണത്. ഈ വഴികളിലൂടെ ഇപ്പോൾ ഈ മോർണിംഗ് ആയ കാരണം വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോവാം. ഇപ്പോൾ ക്ലിഫ്റ്റൺ റോഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടേൺ ആണ്. ഒരു പാർക്ക് ലാൻഡ് എന്നൊക്കെ ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച മാതിരി അങ്ങനെ ഒരു സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടിരിക്കുന്നത്. ഒരു റീജിയണൽ പാർക്ക് പോലത്തെ സ്ഥലത്തിൽ കൂടെയാണ് ഇപ്പോൾ പോയിട്ടിരിക്കുന്നത്. ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ അവിടെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ ഗ്രൗണ്ട്, കുഞ്ഞു സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ കാണിച്ചു തരാം. ഒന്ന് പാർക്ക്, പിന്നെ ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ള പോലെ ബാർബിക്യൂ ഏരിയ, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സീറ്റുകൾ, വാട്ടർ ഫെസിലിറ്റീസ്, ഇത്തരം ഐറ്റംസുകളൊക്കെ എപ്പോഴുള്ള പോലെ തന്നെ പാർക്കുകളുണ്ട്. പിന്നെ ചിലത് കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്ത പാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് മോഡൽ ബാർബിക്യൂ സ്റ്റൈലൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ഒരു പഴയ മോഡലൊക്കെ ആണെങ്കിൽ ഇതല്ല, വേറൊരു മോഡലായിരിക്കും കാണാൻ കഴിയുക. ഇത് വാട്ടർ ഫെസിലിറ്റിയാണ്. ഇവിടെ നിന്ന് വാട്ടറൊക്കെ കുടിക്കാനും ഒക്കെ കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ലാതെ. Hi friends, good friends. Okay, thank you. What's your name? Nathan. Okay. ഇപ്പോൾ വാമപ്പിംഗ് സെക്ഷനാണ്. അപ്പോൾ കുട്ടികൾ വരുന്നവരൊക്കെ അങ്ങനെ വാമപ്പിംഗ് സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിന് കളി മാച്ച് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് പാരൻസ് തന്നെയാണ് ചെയ്യണത്. ഇത് ഒരു കുട്ടിക്കുറുമ്പന്മാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇതേപോലെ സ്റ്റേജിൽ ദേവേനെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവയുടെ ചേട്ടൻ കളിക്കുമ്പോൾ ഇതേപോലെ ഒരു കുറുമ്പം തന്നെയായിരുന്നു ദേവ. ഇതേപോലെ തന്നെ ഓടിക്കൊണ്ട് നടക്കും. ഈ കാണുന്നതാണ് ഇതിലത്തെ പെൺപുലിയുടെ കൂടെയാണ് നമ്മുടെ ദേവ ഏറ്റുമുട്ടാൻ പോണത്. ഏറ്റുമുട്ടല്ല, അവർ രണ്ടുപേരാണ് ടീമുകൾ. സോറി. അപ്പോൾ ഇത് ബൗളിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദേവയാണെന്ന് തോന്നുന്നുണ്ട്. ദേവയല്ല, ആ പെൺപുലിയാണ് ഇപ്പോൾ ഫേസ് ചെയ്യണത്. ദേവ ഇപ്പോൾ ഇപ്പുറത്തേക്ക് കിടക്കും. ഇനി ദേവയുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ടാവും. മാച്ച് അവസാനിച്ചു. ലാസ്റ്റ് ഒരു ഓവറും കൂടിയാണ്, അതോടുകൂടി മാച്ചൊക്കെ അവസാനിച്ചു. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് വേണം കുക്കിങ്ങൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വേഗം തന്നെ സ്ഥലം വിടണം ഇവിടെ നിന്ന്. കാരണം ഇന്ന് ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ് ഡേ ആണ്. ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് എല്ലാവരും ഒരു പ്ലാനിങ് ഇട്ടുണ്ട്. പക്ഷേ വീട്ടിൽ പോയി കുക്കിങ്ങൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് വേണം ഈ ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ് സെയിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാനായിട്ട്. പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും കുറച്ച് തിങ്സൊക്കെ വാങ്ങിയിട്ട്, ഭക്ഷണത്തിനുള്ള തിങ്സൊക്കെ വാങ്ങിയിട്ട് വേണം പിന്നെ വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് ആ കാണുന്നതാണ് കാനിങ് വെൽ ടെമ്പിൾ. ഇവിടെയുള്ള 2-3 ടെമ്പിളിലൊരു ടെമ്പിളാണ്, ഗോപുരം ആണ് അതിൻ്റെ. അപ്പോൾ അതാണ് കഴിഞ്ഞു പോയത്. ആ വഴി കൂടെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് വീട്. കുറച്ച് അങ്ങോട്ട് വണ്ടിയിൽ തന്നെ പോയാൽ മതി. വളരെ അടുത്താണ്. ദേവയുടെ അച്ഛനും ഉച്ചവരെ ജോബ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് ആ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ബോറിങ്, കുറേ കൂടി സമയം വൈകും. അപ്പോൾ DFLക്ക് നേരിട്ട് പോയിട്ടിരിക്കുകയാണ്.
കണ്ടോ, പെർത്ത് എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ DFO എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പെർത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പെർത്ത് എയർപോർട്ടിലേക്ക് അങ്ങോട്ട് പോകും, DFOയിലേക്ക് പ്രത്യേക വഴിയിലേക്ക് തിരിഞ്ഞു പോകും. ഞാനിന്ന് വന്നിരിക്കുന്നത് DFO പെർത്ത്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ DFO പെർത്തിലേക്കാണ്. DFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ തിങ്സ് എല്ലാം ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഡയറക്റ്റായിട്ടാണ് ഫാക്ടറി ക്ലോത്തിങ്സും ഗിഫ്റ്റ് തിങ്സും ഒക്കെ സെയിൽ ചെയ്യണത്. വളരെ ചീപ്പ് റേറ്റ് തന്നെയാണ് ആക്ച്വലി. നല്ലോണം കുറേ ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഷോപ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരുപാട് ഷോപ്സുകളുണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, കളിക്കാൻ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പെർത്ത് എയർപോർട്ട് ഇതിന് തൊട്ടടുത്താണ്. പെർത്ത് എയർപോർട്ടിന് ചേർന്ന് നിൽക്കുന്നതാണ് ഈ DFO എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയിട്ടും ഒരുപാട് കാലങ്ങളായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇന്ന് ഒരു ബ്ലാക്ക് ഫ്രൈഡേ പ്രമാണിച്ച് 3 ദിവസത്തെ സെയിൽ നടക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നാളത്തോടുകൂടി തീരും. പിന്നെ ഈ സ്ഥലത്ത് എങ്ങനെയാണ് അതിനൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ക്ലോത്തിങ് സ്റ്റോഴ്സുകളും ഗിഫ്റ്റിംഗ് സ്റ്റോഴ്സുകളാണ് ഇമ്പോർട്ടൻസ്. ഇവിടുന്ന് ഇപ്പോൾ പെർത്ത് എയർപോർട്ട് അടുത്തായ കാരണം കൊണ്ട് തിങ്സ് ഒക്കെ വാങ്ങിയിട്ട് അവർ ഡയറക്റ്റായിട്ട് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകാണ് ഇവിടുന്ന് സാധാരണ പതിവ്. പിന്നെ ഇതുപോലെ സെയിൽ വരുമ്പോൾ നല്ല സെയിലിന് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ എൻ്റെ ഈ വീഡിയോ. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ, അതുപോലെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ കമൻസും ഇടാൻ മറക്കരുത്, പ്രത്യേകിച്ച് ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതാണ് DFOൻ്റെ ഉൾഭാഗം. ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള നല്ല ഫേമസ് കടകളൊക്കെ ഉള്ള ഒരു DFO ആണ്. DFO എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അർത്ഥമൊക്കെ മീനിങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ ടോമി ഹൈലിഫറിൻ്റെ നല്ല ഓഫറുള്ള ഒരു കടയായിരുന്നു. സാധാരണ ഇവർ ഒട്ടും ഓഫർ തരാത്തൊരു ടീംസുകളാട്ടോ. എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെറുതെ കൈയോടെ ഇറങ്ങി വരുന്നതാണ് ഞാൻ ഇപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ശരിക്കും ഗുണം ചെയ്തു. ബ്ലാക്ക് ഫ്രൈഡേന് എടുക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ്. പ്രത്യേകിച്ച് ഈ DFOയിൽ വരുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊക്കെ വെറും കൈയോടെ നടക്കുകയും നമ്മളെന്ന് ഉദ്ദേശിച്ചത് ലേഡീസിനെ ഉദ്ദേശിച്ചാണ്. മെൻസൊക്കെ ഫുള്ള് നിറച്ച് കവറോട് കൂടി നടക്കുകയാണ് ഞാൻ ഈ DFOൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. എൻ്റെ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. കാരണം ലേഡീസ് എന്നൊക്കെ പറയുമ്പോൾ ലേഡീസിനുള്ള ടോപ്സുകളുടെ ഒരു വെറൈറ്റി കുറച്ച് കുറവാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഫോസിൽ വാച്ചസിനൊക്കെ 40% ഓഫർ തന്നിട്ടുണ്ട്. നല്ല വാച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോസിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഷോപ്പ് തന്നെയാണ്, മാത്രമാണ് ഫോസിൽ വാച്ചസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ. മല്ലൂസിങ്ങില് പറഞ്ഞ പോലെ എൻ്റെ സൈസിനൊപ്പിച്ച് ഒരെണ്ണം വന്നിട്ടുണ്ട് അളിയാന്ന് പറയണ മാതിരി എന്തൊക്കെ എനിക്കുള്ള ഐറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊന്നും അത്രയും കണ്ട് പിടിച്ചില്ല. ലോവിസയിലെ കളക്ഷൻസ് പോലെ ഇല്ല അല്ലേ കാണാനായിട്ട്. എനിക്കെന്തോ അത്ര. പിന്നെ വിലയും അത്രയ്ക്ക് അങ്ങോട്ട് വിലയൊന്നും കുറച്ചിട്ടിട്ടില്ല. നല്ല തരികടയാണ്. ഇതൊക്കെ ഉണ്ട് ഗസ് ഷോപ്പ് മെൻ. അതായത് ഞാൻ ഈ കവറൊക്കെ പിടിച്ച് പോണത് എൻ്റെ കവറൊന്നും അല്ല കേട്ടോ. ഇവരുടെ കവറും ഞാൻ പിടിച്ച് നടക്കണതാണ്. അവരാരും കവർ പിടിക്കാതെ എല്ലാ പണി ഞാൻ ചെയ്യാ. എന്താ പറയാ, ലാഭവും ഇല്ല എന്ന് പറയാം, ലാഭേച്ഛയില്ലാതെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. എന്നെ പറ്റിയിട്ടുള്ള എൻ്റെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇതൊക്കെ മെന്നിൻ്റെ ഷോപ്സാണ്. ഇപ്പം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആയി കാണുമല്ലോ. മെൻസിന് കളക്ഷൻസ് ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ പാടില്ല. ഈ DFOയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംഭവങ്ങൾ ഇത് റെഡിയാണ്. ആ ഷൂസ് സെക്ഷൻ ഇതും മെൻസിന് മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് മെൻസ് ഇതിലേക്കൊക്കെ കൂടുതൽ ഓടി പോണത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ എനിക്ക് ആ ഒരു സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷൂ വാങ്ങി. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ഷൂ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിട്ടാലും പറ്റില്ല. പിന്നെ ദേവയുടെ സാറിനൊരു ഗിഫ്റ്റ് വാങ്ങി. ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ ഒത്തോപ്പിയ എന്തൊക്കെ കടയാണ്. അവിടെ ദേവയുടെ ഫ്രണ്ട് ഉണ്ട്. പറഞ്ഞു
ഹേസൽനട്ട് മിൽക്ക് ഡ്രിങ്ക് കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാനും ദേവിയും കൂടി ഒരു ഹേസൽനട്ട് മിൽക്ക് ഡ്രിങ്ക് കുടിച്ചു. ബാക്കി എല്ലാവരും അവർ ഭയങ്കര തിരക്കിലാണ്. കാൽവിൻ ക്ലൈൻ്റെ ഷോപ്പിലൊക്കെയാണ് അച്ഛനും മൂത്തമ്മോനൊക്കെ നിന്നിട്ട് ഭയങ്കര ഷോപ്പിങ്ങിലാണ്. ഇതാണ് വേൾഡ് ഫേമസ് സ്വിറ്റ്സർലാൻഡ് ചോക്ലേറ്റ്. ലിൻഡറ്റ് എന്ന് പറയും. അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ നിറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ വാരി വിതറി കിടക്കുന്നുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം എടുക്കാൻ തോന്നും. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട്. നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. അവിടെ കിക്കി മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ്. ഏതായാലും എൻ്റെ ഈ വീഡിയോ ഞാൻ ഇന്നത്തോടെ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് വീറ്റ് ബെൽറ്റ് കേട്ടോ. വീറ്റ് ഉണക്കി കൊണ്ടുപോകുന്നതാണത്. നിങ്ങളെല്ലാവർക്കും എൻജോയ് ആയി എന്ന് തന്നെ ഞാൻ കരുതട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ചും ഹാപ്പി ആയിട്ട്, പ്രത്യേകിച്ച് മെൻസിന് ഹാപ്പി ആയി എന്ന് തോന്നുന്നുണ്ട്. എപ്പോഴും ലേഡീസ് വ്ളോഗ്സ് എല്ലാം ഇടാറ്. അപ്പം മെൻസ് സ്പെഷ്യൽ വ്ളോഗ് എന്ന് തന്നെ പേര് കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.